ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒക്ടോബർ 2 വ്യാഴാഴ്ച പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ കന്നഡ മിത്തോളജിക്കൽ ഡിവോഷണൽ ആക്ഷൻ ഡ്രാമ സിനിമയായ കാന്താര ചാപ്റ്റർ 1ന്റെ ആദ്യ വെള്ളിയാഴ്ച കൂടിയ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മികച്ച ബുക്കിംഗ് ആണ്. അതായത് മണിക്കൂറിൽ 70,000 75,000 ടിക്കറ്റുകളാണ് ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം കൂടിയ ഇന്നലെ വ്യാഴാഴ്ച മാത്രം ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ച ടിക്കറ്റുകളുടെ എണ്ണം 1.28 മില്യൺ ആണ്. അതേസമയം ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 6,05,00,000 രൂപയായിരുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നെറ്റ് കളക്ഷനായി 60 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 72 കോടി രൂപയുമാണ്. വിദേശ കളക്ഷനായി 18 കോടി സ്വന്തമാക്കിയ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 90 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. കാന്താര കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ്. കല്യാണി, പ്രദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിനിക്കറും തിരക്കഥ സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിൽ വമ്പ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ 36 ദിവസം കൂടിയ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,05,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യം 36 ദിവസം കൊണ്ട് കേരളത്തിൽ 117,02,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്നലെ കളക്ട് ചെയ്തത് 1,25,00,000 രൂപയായിരുന്നു. ലോകമെമ്പാടുമായി ആദ്യം 35 ദിവസം കൊണ്ട് 294,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 36 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 296 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ധനുഷ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് അഭിനയിച്ച് സഹനിർമ്മാണം കൂടി നിർവഹിച്ച തനി നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ മികച്ച ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ സിനിമയാണ് ഇഡ്ഡലി കടൈ. ഒക്ടോബർ 1 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് നേടിയെടുക്കാനായത്. സിനിമയുടെ ബുധൻ, വ്യാഴം എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ കേരളത്തിൽ ആദ്യ ദിവസം 27,50,000 ആയിരുന്നു കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് 18,50,000 രൂപയാണ്. ആദ്യ 2 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 46,00,000 രൂപയാണ്. കർണാടകയിൽ ആദ്യ ദിവസം 1,25,00,000 രൂപയും രണ്ടാം ദിവസം 1,10,00,000 ഉൾപ്പെടെ 2,35,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാനയിൽ ആദ്യ ദിവസം 65,00,000 രൂപയും രണ്ടാം ദിവസം 80,00,000 ഉൾപ്പെടെ 1,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 10,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച 9,25,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 2 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 20 കോടി രൂപയാണ്. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 24,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 24,50,00,000 രൂപയും വിദേശ കളക്ഷൻ 5 കോടി രൂപയുമാണ്. 2 ദിവസം കൊണ്ട് 29,50,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഷെയ്ൻ നിഗം നായകനായി ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ബെൽറ്റി. തമിഴിലും മലയാളത്തിലുമായി ചിത്രീകരിക്കപ്പെട്ട് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ 7ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 54,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 6,33,00,000 രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 8-8.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നിലവിൽ നേടിയെടുത്ത് കഴിഞ്ഞ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയായി OTTയിൽ മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്ത സിനിമയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമ 36ാം ദിവസം കൂടിയ ഇന്നലെ വ്യാഴാഴ്ച കേരള കളക്ഷനായി 1,40,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 42,11,00,000 രൂപയാണ് 36 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ആസിഫ് അലി, ജിത്തു ജോസഫ് കോമ്പയിൽ സെപ്റ്റംബർ 19 തിയേറ്ററിലെ മലയാള സിനിമയാണ് മിറാജ്. ഈ സിനിമ 14ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 7,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 14 ദിവസം കൊണ്ട് 5,80,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. മിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 25 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കരം. നോബൽ ബാബു തോമസ്, ഇവാൻ വിക്കോ മനോവിച്ച്, മനോജ് കെ ജയൻ, കലാഭവൻ ഷാജോൻ, ബാബുരാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 8ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 2,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 8 ദിവസം കൊണ്ട് 1,32,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. മുഹാഷിൻ സംവിധാനം ചെയ്ത വള എന്ന സിനിമ സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയത്. ലുക്മാൻ അവറാൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, ശാന്തികൃഷ്ണ, രവീന രവി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് 14ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 85,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 14 ദിവസത്തെ കേരള കളക്ഷനായി 1 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.